വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട 5 വീട്ടു ജോലികളെ പറ്റിയിട്ടാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണെങ്കിലും ഗർഭിണി ബെഡ് റെസ്റ്റ് എടുക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഏത് നേരം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് നേരം നമ്മൾ ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളിൽ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയാതെ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന പ്രത്യേകതരം കാറ്റഗറിയിലുള്ള ജോലികൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിലും നിങ്ങൾക്കും കുഞ്ഞിനും അപകടകരമാവും വിധം അഫക്റ്റ് ചെയ്യുന്ന ജോലികളാണ്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് 10% പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് മനസ്സിൽ ചിലപ്പോൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആയില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അത് കമന്റ്സിൽ പലരും സൂചിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ഒരാളെ മുൻനിർത്തിക്കൊണ്ടാണ്. അതായത് ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് പ്രഗ്നൻസി ആകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി കെയർ നാച്ചുറലി ആയവരെക്കാളും കൂടുതൽ കൊടുക്കുന്നത് പ്രഗ്നൻസി ഒരുപാട് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം കേട്ടോ. കാരണം എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ കുഞ്ഞിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു റിലേറ്റീവ് ഏകദേശം ഒരു 35 ഒക്കെ ഏജ് ആയപ്പോഴാണ് പ്രഗ്നന്റ് ആയത്. പക്ഷേ ബൈക്കിൽ കുറച്ച് ദൂരം ഒന്ന് യാത്ര ചെയ്തപ്പോഴേക്കും അവർക്ക് മിസ്കാരേജ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിനുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള എന്തെങ്കിലും സെർവിക്സുമായിട്ടോ അല്ലെങ്കിൽ യൂട്രസുമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടും നമുക്ക് മിസ്കാരേജ് ആവാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള ജോലികൾ നമ്മൾ എന്തിനൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ജോലികൾ എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് എന്തുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജോയിന്റ്സിനെ ലിഗമെന്റ്സിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി കൂടുതലായിട്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ്സ്, അതായത് നമ്മൾ ഫിസിക്കലി കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ജോബ്സ് നമുക്ക് വേദനയും ഡിസ്കംഫോർട്ടും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പല ആളുകൾക്കും ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇമ്മ്യൂണിറ്റി വീക്ക് എന്ന് പറയുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന, ജലദോഷം, അങ്ങനെയുള്ള എന്തെങ്കിലും അലർജീസ് ഒക്കെ പെട്ടെന്ന് പിടിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇവരെല്ലാവരും ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ള ആളുകളും ഞാൻ ഈ പറയുന്ന ജോലികളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് കുഞ്ഞിനുണ്ടാക്കുന്നതിനും അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഹൈറ്റിലൊക്കെ കയറി ജോലി ചെയ്യുന്നതൊക്കെ പേടിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ എന്തെങ്കിലും സ്ലാബിന്റെ മേളിലൊക്കെ കയറുന്നതൊക്കെ പേടിയായിട്ടുള്ള ആളുകളുണ്ടാകും. ഹൈറ്റ്സ് പേടിയായിട്ടുള്ള ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ജോലികളൊക്കെ നമ്മൾ ഓവറായിട്ട് ടയേർഡ് ആകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ഈ തളർച്ചയും ഡിഹൈഡ്രേഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതും ഗർഭസ്ഥ ശിശുവിന്റെ ഗ്രോത്തിനെയും ഇംപ്ലാന്റേഷനെയും ഒക്കെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസുമായിട്ടൊക്കെ ഒരു എക്സ്പോഷർ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ അത് അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ ഈ പറയുന്ന ജോലികൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നതിന്റെ റീസൺസ് കേട്ടോ. ഇനി ഏതൊക്കെ ജോലികളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒബ്വിയസ്ലി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട് പാടില്ല. ഹെവി ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ വെയിറ്റ് എടുത്ത് പൊക്കുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കാതിരിക്കുന്നതാണ് ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് കേട്ടോ. ബാക്കിലാണെങ്കിലും അബ്ഡോമനിലാണെങ്കിലും ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനും ആ അബ്ഡോമിനൽ പെയിനിൽ ഉളുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന്, അതായത് കൊളുത്തി പിടിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നു. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള ജോലികളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിലും മാക്സിമം അതിന് കൂടുതൽ ടയേർഡ് ആകുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്ത് പൊക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രഷർ ഏറ്റവും കൂടുതൽ വരുന്നത് ലോവർ അബ്ഡമൻ ഭാഗത്തും ബാക്കിന്റെ പോർഷനിലുമാണ്. അതുപോലെ നിങ്ങൾ മൂത്തൊരു കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ കുട്ടി എടുത്ത് പൊക്കുന്നതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
കൂടുതൽ പ്രഷർ നമ്മൾ വരുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ്, അബ്ഡോമന്റെ ഭാഗത്താണ്. ഈ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് ഏജ് കൂടുന്തോറും, അതുപോലെ പ്രഗ്നൻസി ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ബ്ലീച്ച്, അതുപോലെ മറ്റുള്ള പെസ്റ്റിസൈഡ്സ്, പെയിന്റ് എന്നിവയുടെയൊക്കെ എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക. പലരും എവിടെയെങ്കിലുമൊക്കെ വഴുക്കലുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലീച്ച് ഇടാറുണ്ട്. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലീച്ച് ഇടാറുണ്ട്. ബ്ലീച്ചിന്റെ മണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മൂക്കിലോട്ട് അടിച്ചു കയറുന്ന ഒരു മണമാണിത്. ഭയങ്കര ഗാഢമായിട്ടുള്ള ഒരു സ്മെല്ലാണ് ബ്ലീച്ചിനുള്ളത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ഒരു സ്മെല്ല് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് അകത്തേക്ക് എടുക്കുമ്പോഴേക്കും ഇത് കുഞ്ഞിലോട്ടും കൂടിയാണ് ചെല്ലുന്നത്. അത് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു പ്രവണതയല്ല. കാരണം ഒരുപാട് ഇങ്ങനെ എഫക്റ്റിൽ വരുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ബ്ലീച്ച്, അതുപോലെ പെയിന്റിന്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ട്, പെയിന്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും നമ്മൾ എന്തിനെങ്കിലും ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നവയാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ എക്സ്പോഷർ വരുന്നത് നല്ലതല്ല. നമ്മൾ മാത്രമല്ല ബ്രീത്ത് ചെയ്യുന്നത്, കുഞ്ഞിലോട്ടുള്ള ഓക്സിജനും കിട്ടുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ഗർഭശിശുവിന്റെ വളർച്ചയെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്, നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള എക്സ്പോഷർ നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കുക. എക്സ്പെഷ്യലി ക്യാറ്റ്. കാരണം നമ്മൾ ഈ ക്യാറ്റുമായിട്ട് കൂടുതൽ എക്സ്പോഷർ വരുന്നതിന്റെ ഭാഗമായിട്ടും ഡോഗ്സ് ആയിട്ടാണെങ്കിലും കൂടുതൽ എക്സ്പോഷർ വരുന്നതിന്റെ, അതായത് അവരായിട്ട് കൂടുതൽ സമ്പർക്കം നമ്മൾ പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക്, ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് ആ ക്യാറ്റിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടായതിനു ശേഷം ഡോക്ടർ 1 വർഷത്തോളം പ്രഗ്നൻസി നോക്കരുതെന്ന് പറഞ്ഞു. കാരണം ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ കുഞ്ഞിലോട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കുഞ്ഞിന്റെ മറ്റുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകും. അപ്പോൾ നിങ്ങൾ പെറ്റ്സിനെ കൂടുതലായിട്ടും വളർത്തുന്നവരാണെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അവരുടെ മോഷനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പല ഇൻഫെക്ഷൻസും നമുക്ക് ശരീരത്തിനകത്തേക്ക് കടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 കൊല്ലത്തോളം ഡോക്ടർ ട്രീറ്റ്മെന്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്, ഒരുപാട് നേരം നമ്മളിപ്പോൾ നിന്നിട്ടുള്ള ജോലികൾ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചില ആളുകൾ ഉണ്ടാകും എല്ലാ ജോലിയും തീർത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുകയുള്ളൂ, വിശ്രമിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നതും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് നേരം നമ്മൾ നിന്നിട്ട് ജോലികൾ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. നമുക്ക് കാലിൽ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് നേരം നമ്മൾ നിന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിന് ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇംപ്ലാന്റേഷനെ ഫെയിൽ ആക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതിനൊക്കെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്ക് കാലിന് വേദന ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ശരീരം ഏറ്റവും കൂടുതൽ ഈ അസ്വസ്ഥതകളെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് സെക്കൻഡറി ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ന്യൂലി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിലും ഒരുപാട് ട്രീറ്റ്മെന്റുകളൊന്നും എടുക്കാതെ ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ടാകും. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കില്ല ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് പ്രഗ്നൻസി നോക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരീരത്തിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ, ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജോലികൾ കൂടുതൽ ചെയ്യാനുള്ള ആളുകൾ കുറച്ച് നേരം ഇരുന്നിട്ടോ ഒന്ന് വിശ്രമിച്ചിട്ടോ കിടന്നിട്ടോ ഒക്കെ ബാക്കി ജോലികൾ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നത്, നമ്മൾ ഉയരത്തിലിരുന്നിട്ട്, അതായത് ലാഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലികൾ ഉണ്ടാകും. ചിലവരൊക്കെ മേളിൽ കയറിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലാഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ഹോർമോൺസിന് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഹൈറ്റിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ ഫെയിന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ബ്ലഡ് സർക്കുലേഷന്റെ ഒരു എക്സസ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതൊക്കെയാണ് ഇത്തരത്തിൽ നിങ്ങൾ ഫെയിന്റിങ് ആവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ്. അപ്പോൾ നമ്മൾ ഹൈറ്റിൽ കയറി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ തലകറങ്ങി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തലേ ദിവസം ചിലപ്പോൾ ചെയ്ത ജോലിയായിരിക്കും, പക്ഷെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ ഹൈറ്റിൽ കയറുന്ന ജോലികൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കുന്നതിൽ പെടുന്നതാണ് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് കട്ടിയുള്ള ബെഡ്ഷീറ്റ് എടുത്ത് നമ്മൾ കഴുകുക, അതുപോലെ ഹസ്ബൻഡിന്റെ ജീൻസ് നമ്മളെടുത്ത് കഴുകുക. ഇതെല്ലാം തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അബ്ഡോമന് നിങ്ങൾ പ്രഷർ കൊടുക്കാതിരിക്കുക, നേരെ മറിച്ച് നിങ്ങൾ അബ്ഡോമന് സപ്പോർട്ട് കൊടുക്കുക. അബ്ഡോമന് സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്തിട്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതല്ലാതെ പ്രഷർ കൊടുക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോഴേക്കും പലർക്കും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
ഇത്തരത്തിലുള്ള ജോലികൾ ഒഴിച്ച് ബാക്കി ഏത് തരത്തിലുള്ള ജോലികളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, കുമ്പിട്ട് നിവർന്ന് ഒരുപാട് നേരം ജോലി ചെയ്യാതിരിക്കുക. ക്ലീനിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കുമ്പിട്ട് കട്ടിലിനടിയിലൊക്കെ കയറി ഇറങ്ങി അടിച്ച് അങ്ങനെയുള്ള ജോലികളൊക്കെ ആ സമയത്തൊന്ന് അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, അലക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, മുറ്റം അടിക്കുന്നത് കൊണ്ട് ഒന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കാതെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.